ഈ കായിക താരങ്ങൾ നേരിടുന്ന അവഗണന എല്ലാ കാലത്തും വാർത്തയായി വരുന്നതാണ്. അത്തരത്തിലുള്ളൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരത്തോട് കേരള സർക്കാരിൻ്റെ അവഗണന. സ്പോർട്സ് കൗൺസിലിൽ നിന്നും സംസ്ഥാന കായിക വകുപ്പിൽ നിന്നും യാതൊരു സഹായവും ലഭിച്ചില്ല എന്ന് തിരുവനന്തപുരം സ്വദേശികളായ കായിക താരത്തിൻ്റെ കുടുംബം. 3 തവണ വിവിധ ഇനങ്ങളിലായി സ്വർണ്ണ മെഡൽ നേടിയ കായിക താരത്തോടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ അവഗണന. They start Tamil Nadu, Kerala going strong there. It's still anybody's race. Kerala still leading. Tamil Nadu closely following. Kerala moving to the start line. And a very close call. ഇതാണ് ആ കുഞ്ഞുമിടുക്കി ഋതുനന്ദ. നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിക്കാട്ടിയ കുട്ടി. ഈ കുട്ടിയോടാണ് കേരള സർക്കാരിന്റെ അവഗണന. ഞാൻ 2.5 വയസ്സ് തൊട്ട് പൂജപ്പുര പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഇതിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അതിലോട്ട് പോകുന്നത്. പിന്നെ അത് തുടർച്ചയായി എൻ്റെ പ്രൊഫഷനായിട്ട് എടുത്ത് ചെയ്ത് 2019 ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് ബ്രോൺസ് മെഡൽ കിട്ടി നാഷണൽസിൽ. പിന്നെ 2020 ആയപ്പോൾ എനിക്ക് പഞ്ചാബ് മൊഹാലി നാഷണൽസ് വെച്ച് ഫസ്റ്റ് ടൈം 2 ഗോൾഡ് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ തുടർച്ച 2023 വരെ ഞാൻ മെഡൽ അടിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ ആണ് എനിക്ക് 3 ഗോൾഡിലോട്ട് അച്ചീവ് ചെയ്തൊരു നാഷണൽ ചാമ്പ്യൻ ആവാൻ പറ്റിയത്. അപ്പോൾ ഇനി അടുത്ത ഇല്ലയിലോട്ട് ചേഞ്ചായി എനിക്ക് ഇന്ത്യൻ ടീം എന്നൊരു ഇതിലോട്ട് പോകാനാണ് എൻ്റെ വലിയൊരു ഡ്രീമാണത്. അപ്പോൾ അത് ഇനി അതിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ മോക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വിഷമം കണ്ട് ഞങ്ങളുടെ റിങ്ങിലുള്ള ഒരു പേരൻ്റ് തന്നെ മോക്ക് വേണ്ടി ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനി എടുത്ത് പറഞ്ഞ് അവൾക്ക് ഇപ്പം ഇല്ലൈൻ അവർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ പോകണം എന്നുള്ളതാണ്. അതിന് നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്തു തരും എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ കൂടെ ചെയ്ത കുട്ടികൾക്ക് ഇതുപോലെ കുറേ പ്രൈസസും എല്ലാം അവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമ്പം സ്വാഭാവികമായിട്ട് എനിക്കും മനസ്സിനോട് നല്ല വിഷമമുണ്ട്. അപ്പം ഗവൺമെൻറ് എന്തെങ്കിലും എനിക്കും ഇതുപോലെ അവർക്ക് കിട്ടിയ പോലെ എനിക്കും എന്തെങ്കിലും തരാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്താൽ എനിക്ക് സന്തോഷം. സ്പോർട്സ് കൗൺസിലും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായി ഇടപെട്ടാൽ ഏഷ്യൻ ഗെയിംസ് എന്ന ഋതുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇനിയും സർക്കാർ കണ്ണടക്കരുത്. ഈ കൊച്ചുമിടുക്കിക്ക് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. ക്യാമറാമാൻ ഗോപകുമാറിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. അതെ, ഈ കൊച്ചുമിടുക്കിയെ പോലെയുള്ള കായിക താരങ്ങളെ സർക്കാർ കണ്ണു തുറന്ന് കാണണം അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഈ നിലയിലേക്ക് എത്തുന്നത്. പ്രാക്ടീസ് ചെയ്തും ഒരുപാട് മേഖലകളിലേക്ക് കടന്നു പോയി. കാരണം പ്രാക്ടീസ് ചെയ്യാൻ പോലും കാശില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ സഹായമാവുകയാണ് ഈ സ്പോർട്സ് കൗൺസിൽ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരാളുടെ കാര്യം മാത്രമല്ല.